രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി ഇപ്പോൾ പുറത്തുള്ളതിനേക്കാൾ വഴക്ക് നടക്കുന്നത് അകത്താണെന്ന് പറയേണ്ടി വരും. രാഹുലിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ കുതികാൽ വെട്ടാൻ നോക്കുകയാണ് വേറെ ചില ആളുകൾ. ഇന്നലെ മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും മുൻപിൽ രാഹുലിനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ സതീശൻ കാണിച്ച അതിബുദ്ധി തന്നെയാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഇന്ന് കാണിച്ചത്. റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഇത്രയധികം സ്ത്രീകൾ രാഹുലിനെതിരെ രംഗത്ത് വന്നപ്പോഴും ശ്രീകണ്ഠൻ ചേട്ടൻ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ കണ്ടത്, ഇവരുടെയൊക്കെ വസ്ത്രങ്ങളുടെ പോരായ്മയാണ്. അല്പവസ്ത്രം ധരിച്ച് ഇവരുടെയൊക്കെ കൂടെ നിന്നതുകൊണ്ടാണത്രേ രാഹുൽ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ അയാളുടെ ലൈംഗിക ദാരിദ്ര്യമല്ല. ഇതിൽ വലിയ അതിശയമൊന്നുമില്ല. സ്ത്രീകളുടെ വസ്ത്രമാണ് ബലാത്സംഗത്തിന് കാരണമെന്ന ടോപ്പിക്ക് നമ്മൾ എത്ര ചർച്ച ചെയ്താലും തീരാത്ത ഒന്നാണ്. എന്തായാലും ഇവിടെ ചേട്ടൻ രാഹുലിനൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ അത് പാളിപ്പോയി എന്ന് മാത്രമല്ല, ഹൈക്കമാൻഡും KPCCയും വരെ ഇടപെടുകയും ഉണ്ടായി. അപ്പോൾ പിന്നെ ഏറ്റവും എളുപ്പം ഛർദ്ദിച്ചത് ഒരറപ്പും കൂടാതെ എടുത്ത് വിഴുങ്ങുക എന്ന് തന്നെയാണ്. അതോടുകൂടി പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച പരാമർശം പിൻവലിക്കുന്നു എന്ന് പറയാൻ ശ്രീകണ്ഠന് കൂടുതലൊന്നും പിന്നെ ചിന്തിക്കേണ്ടി വന്നില്ല. ഇരകളെ കോൺഗ്രസ് അപമാനിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാവെടുത്ത് വളച്ചതേയുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ശിങ്കിടി മാമൂലുകളൊക്കെ തെറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചുമ്മാ അങ്ങ് പിൻവലിക്കാനൊന്നും പുള്ളിക്കാരൻ തയ്യാറല്ല. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീകണ്ഠൻ തൻ്റെ ഖേദപ്രകടനം നടത്തിയത്. പരാതിക്കാരിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊളിച്ചതാണെന്നും ശ്രീകണ്ഠൻ MP പറയുകയുണ്ടായി. നല്ല ഫ്രഷ് സാധനം, ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടില്ല. പരാതി പറയുന്നവരെ ആക്ഷേപിക്കുന്നത് കോൺഗ്രസിൻ്റെ ശൈലിയല്ലത്രേ. അപ്പം നിങ്ങൾ കോൺഗ്രസ്സുകാരനല്ലേ? പറഞ്ഞ തെറ്റായി എന്ന് തോന്നിയെങ്കിൽ പിൻവലിക്കുന്നു എന്നും സ്ത്രീയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും VK ശ്രീകണ്ഠൻ വിശദീകരിക്കുകയുണ്ടായി. പിന്നെ പരാതി പറഞ്ഞ ആളിൻ്റെ വസ്ത്രത്തിൻ്റെയും മറ്റും കാര്യം പറഞ്ഞ അപമാനമല്ലേ? ഓ, അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണല്ലോ. ഇത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം രാജിവെച്ചതാണെന്ന വാദത്തെ ശ്രീകണ്ഠൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. രാഹുൽ സ്വയം രാജിവെച്ചതല്ല എന്നും പാർട്ടി ചവിട്ടി പുറത്താക്കിയതാണ് എന്നുമാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇയാൾ രാഹുലിനെ വെളുപ്പിക്കുകയാണോ അതോ? വേറൊരു ടിസ്റ്റുള്ളത്, ഈ പ്രസ്താവനയെല്ലാം നമ്മുടെ ശ്രീകണ്ഠൻ അങ്ങുന്നതിൻ്റെ ഒരു കളിയാണോ എന്ന് പാർട്ടിയിൽ ചിലർ സംശയിക്കുന്നു എന്നതാണ്. ചുമ്മാ ഇരുന്ന മുറിവ് കുത്തിളക്കി കാര്യം നേടുന്നത് പോലെ ഇരകളെ നന്നായി പ്രകോപിപ്പിക്കുക. അത് പെണ്ണുങ്ങളാണെങ്കിൽ ഡ്രസ്സിലെ മര്യാദയില്ലായ്മ പോലുള്ള നല്ല റെലവൻ്റ് ആയിട്ടുള്ള വിഷയം അങ്ങ് എടുത്തിടുക. അപ്പോൾ പിന്നെ വഴിയെ പോകുന്നവനും നടക്കുന്നവനും ഇരിക്കുന്നവനും ഒക്കെ കയറങ്ങി ഇടപെടും. അതൊരു വലിയ വിഷയമാകുമ്പോൾ പിന്നെ പോലീസായി, കേസായി, അങ്ങനെ രാഹുലിന് വേണ്ടി സംസാരിച്ചു എന്നുമായി അതേസമയം പ്രശ്നം കൂടുതൽ വഷളാക്കാനും പറ്റും. എങ്ങനെയുണ്ട് ബുദ്ധി? എന്തായാലും ഈ ബുദ്ധിയൊന്നും ഹൈക്കമാൻഡിൻ്റെ അടുത്ത് വിലപ്പോവില്ല എന്ന് കണ്ടതോടുകൂടി ആശൻ പത്തി മടക്കി എന്നാണ് കേട്ടത്. എൻ്റെ സംശയം അതല്ല, കുറഞ്ഞത് പാർട്ടി മൊത്തത്തിൽ പ്രതിസന്ധിയിലാവുമ്പോഴെങ്കിലും ഈ കുത്തിത്തിരിപ്പൊക്കെ നിർത്തി ഇവർക്ക് പരസ്പരം ഒരു ഐക്യം കാണിച്ചൂടെ എന്നാണ്.